വാട്ടർ കളർ പെയിന്റിംഗ് പഠിക്കാനിരിക്കുന്നവർ ഈ ഒരു ടൂളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതൊരു വാട്ടർ ബ്രഷ് പെൻ സെറ്റ് ആണ്. ഒരു ബ്രഷ് പെൻ എന്ന് പറയുമ്പോൾ സിംപ്ലി നമുക്കൊരു പെൻ യൂസ് ചെയ്ത് എങ്ങനെയാണോ വരയ്ക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നമുക്ക് പെയിന്റ് ചെയ്യാം. പെന്നിന്റെ അറ്റത്തൊരു നിബും അകത്ത് ഇങ്കും ആണെങ്കിൽ ഇവിടെ അറ്റത്ത് ഒരു ബ്രിസിൽസും അകത്ത് വെള്ളവുമാണ്. ഓക്കെ, ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറച്ചാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് വാട്ടർ ബ്രഷ് പെൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പ് കൂടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ബ്രഷായി. നമുക്ക് അധികം വാട്ടറിനെ കുറിച്ച് കോൺഷ്യസ് ആവണ്ടാതെ പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രഷ്. എന്നാൽ ഈ ടൂളിനെ പറ്റി പഠിക്കുമ്പോഴും നമ്മുടെ നോർമൽ ട്രഡീഷണൽ ബ്രഷിനെ വിട്ട് കളയരുത്. കാരണം ഡെഫിനറ്റ്ലി ഒരു സെപ്പറേറ്റ് ബ്രഷും സെപ്പറേറ്റ് പെയിന്റും വാട്ടറും ഒക്കെ എടുത്തു വെച്ച് അത് തമ്മിൽ മിക്സ് ചെയ്ത് അതിന്റെ എല്ലാം വാല്യൂസും മനസ്സിലാക്കി പഠിക്കുന്നത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ രീതി എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ടൂളിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ഈ ടൂൾസിനെ പറ്റി എല്ലാം മനസ്സിലാക്കിയിരിക്കണം. രണ്ട്, ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ വാട്ടർ കളർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഇത്രയും പാടാണോ ഈ മീഡിയം എന്ന് തോന്നിക്കാതിരിക്കാൻ ഒരു ചെറിയ ഷോർട്ട് കട്ട്, ഇത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതൊക്കെ എത്തിക്സിനെതിരാണ്, ഡാവിഞ്ചി ഒക്കെ മറ്റേ ബ്രഷും വെള്ളവും കൊണ്ടാണ് ചെയ്യുന്നതെന്നൊന്നും പറയരുത്. പിള്ളേർ സ്ലേറ്റും പെൻസിലും കൊണ്ടാണ് അംഗനവാടി പോയിക്കൊണ്ടിരുന്നത്, അല്ലാതെ ഹീറോ പേനെ പൊക്കിക്കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ പ്രൊഫഷണൽ ടൂൾസ് തന്നെ ആദ്യം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. എന്ന് വെച്ച് ട്രീസ് പോലത്തെ ഷോർട്ട് കട്ട്സ് ഒന്നും ആരും എടുത്ത് വെച്ച് പ്രയോഗിക്കരുത്. ബൈ.